ആഗോളസഭ ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വെറുതെ ഒന്ന് ചിന്തിച്ചതാണ്, ലൂർദിൽ മാത്രം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് ആഗോളസഭ ഇത്രത്തോളം ആഘോഷിക്കാൻ കാരണം എന്താണ്? നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഇടവകപ്പള്ളിയിലൊക്കെ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്നൊരു സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ചിന്ത തുടങ്ങിയത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ലൂർദിന് മാത്രം ഇത്രയേറെ പ്രസക്തിയും ഇത്രയേറെ ഗൗരവവും സഭ നൽകിയെങ്കിൽ അത് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ തന്നെ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. എന്തായിരുന്നു ലൂർദിലെ പ്രത്യേകത? മാതാവ് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? 1789 അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയ്ക്ക് നേരെ വലിയൊരു ആക്രമണം ഉണ്ടായൊരു സമയമാണ്. പുരോഹിതരെയൊക്കെ തടവറയിലടച്ചു. വിശ്വാസം നഷ്ടപ്പെടണമെന്ന് ഒരു കൂട്ടം മനുഷ്യർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദേവാലയങ്ങളൊക്കെ അടച്ചു പൂട്ടി. ഇങ്ങനെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ പോലും ഉത്തരവിറക്കിയ ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ ക്രൈസ്തവർക്കെതിരെ, കത്തോലിക്കർക്കെതിരെ ഏറ്റവും അധികം ആക്രമണം നടന്ന ആ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ 1792 നോത്തർദാം കത്തീഡ്രലിൽ ഒരു സംഭവം ഉണ്ടായി. കത്തോലിക്ക സഭയെ അപമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ, ക്രിസ്തുവിനെ അപമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശത്രുക്കൾ നോത്തർദാം കത്തീഡ്രലിലെ ബലിപീഠത്തിൽ നഗ്നയായ ഒരു സ്ത്രീയെ കിടത്തി. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഏതൊരു ദേവാലയത്തിൻ്റെയും അൾത്താര എന്ന് പറയുന്നത് കർത്താവിൻ്റെ മൃതശരീരത്തെ അനുസ്മരിക്കുന്നതാണ്. അതിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്രത്തോളം അവർ ഹീനമായൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ അവർ അപമാനിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു. അങ്ങനെ കത്തോലിക്ക സഭയുടെ തകർച്ച ആഗ്രഹിച്ച്, വിശ്വാസത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ച്, ക്രിസ്തു സാക്ഷികളെ ഫ്രാൻസിൽ തന്നെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ച് അവർ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നു. ഒരുപക്ഷെ മനുഷ്യരിതൊക്കെ മറന്നു പോകുമായിരിക്കും, പക്ഷേ ആ കർത്താവിൻ്റെ അമ്മ അത് മറന്നു പോകില്ലല്ലോ. ഏതൊരമ്മയ്ക്കും തൻ്റെ മകൻ്റെ ജീവിതത്തെ തൊടുന്നുണ്ടെങ്കിൽ ആ അമ്മ അത് സഹിക്കില്ല. അത് പരിശുദ്ധ അമ്മയാണെങ്കിലും നമ്മുടെയൊക്കെ അമ്മയാണെങ്കിലും. പെറ്റു വളർത്തിയ മകനെ അപമാനിച്ചാൽ ഒരമ്മയും ഈ ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ പോലും സഹിക്കില്ല എന്ന തെളിവാണ് ഈ സംഭവത്തിന് ശേഷം നടന്നത്. ഫ്രാൻസിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗം വിട്ട് പരിശുദ്ധ അമ്മ ഫ്രാൻസിൽ ഇറങ്ങി വന്നു. അങ്ങനെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. 1 അല്ല 2 അല്ല 3 അല്ല 18 പ്രാവശ്യം 14 വയസ്സുള്ള ബെർണഡിക്ക എന്ന കുഞ്ഞു പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ മാതാവ് പഠിപ്പിച്ചതൊക്കെ വലിയ കാര്യങ്ങളാണ്. പാപത്തെക്കുറിച്ച്, പാപ സാഹചര്യങ്ങളെക്കുറിച്ച്, പരിശുദ്ധാമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച്, ഇങ്ങനെ സഭ എന്നും ഓർത്തിരിക്കുന്ന എല്ലാ കാലത്തും മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പുതിയ പാഠങ്ങൾ ഒരു കുഞ്ഞു പെൺകുട്ടിയിലൂടെ പരിശുദ്ധ അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്ന് അവരെ പഠിപ്പിച്ചു. പിന്നീട് ഫ്രാൻസ് കണ്ടതൊക്കെ വലിയ മാറ്റങ്ങളാണ്. ഫ്രാൻസിലെ സഭയിൽ വിശ്വാസം അലയടിച്ചു. അനേകം വിശുദ്ധർ ഫ്രാൻസിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് രൂപം കൊണ്ടു. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയൊരു ആഴം അന്ന് ഫ്രാൻസ് കണ്ടു. പിന്നീട് വലിയൊരു മാറ്റം കണ്ടിടത്ത്, വലിയൊരു വിശ്വാസത്തിൻ്റെ പുതിയ തെളിച്ചം കണ്ടിടത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. അവിടെ വിശ്വാസം വീണ്ടും പഴയതിനേക്കാൾ ശോഭയോടെ വളർന്നു വന്നു. ഇന്ന് ഫ്രാൻസിൽ മാത്രം 150-ൽ പരം വിശുദ്ധരാണ് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചത്. വിശുദ്ധ ജോൺ മരിയ വിയാനി, കൊച്ചിത്രേസ്യ പുണ്യവതി, ഇങ്ങനെ സഭയുടെ നെടുന്തൂണുകളായ അനേകം വിശുദ്ധരെ ലഭിച്ചതൊക്കെ ഫ്രാൻസിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, തൻ്റെ മകനോട് ജനങ്ങൾ കാണിച്ച അപമാനത്തിൻ്റെ പേരിൽ ഒരമ്മ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന തിരുനാളിനെ നാം വിളിക്കുന്ന പേരാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. സഭയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചയുണ്ടായാൽ, ക്രിസ്തുവിനെതിരെ ഒരു ആരോപണമുണ്ടായാൽ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നിരിക്കും. അങ്ങനെ ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ക്രിസ്തുവിനെതിരെയുള്ള വേദനയ്ക്കെതിരെ, സഭയ്ക്കെതിരെയുള്ള ഒരു ആരോപണങ്ങൾക്കെതിരെ, സഭയെ നശിപ്പിക്കാൻ തീരുമാനിച്ച തീരുമാനങ്ങൾക്കെതിരെ ഒരമ്മ ഇറങ്ങി വന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിന്നീട് അത്ഭുതങ്ങളാണ് ആ നാടും വിശ്വാസ സമൂഹവും കണ്ടത്. ആരൊക്കെയാണോ ലൂർദിലേക്ക് ഇറങ്ങി വന്നത്, ആരൊക്കെയാണോ ലൂർദിലേക്ക് എത്തിച്ചേർന്നത്, അവരെല്ലാവരും കണ്ടത് പുതിയ അത്ഭുതങ്ങളാണ്. കുരുടർ കാഴ്ചകൾ കാണുന്നു, മുടന്തർ നടക്കുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു. ഇങ്ങനെ വലിയൊരു അത്ഭുതം അന്ന് ആ ജനത കണ്ടു. കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. എവിടെയാണോ സഭയെ തകർക്കണമെന്ന് മനുഷ്യർ ആഗ്രഹിച്ചത്, എവിടെയാണോ ക്രിസ്തുവിനെ അപമാനിക്കണമെന്ന് മനുഷ്യർ ആഗ്രഹിച്ചത്, അവിടെ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് വലിയൊരു തിരുനാളായി സഭ മുഴുവനായും ഇന്ന് ഏറ്റെടുത്തു. ഒരു കാര്യം നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു കൊള്ളണം, എവിടെയെങ്കിലുമൊക്കെ സഭയ്ക്കെതിരെ ഒരു അപമാനം ഉണ്ടായാൽ സ്വർഗത്തിലെ അമ്മ വെറുതെ ഇരിക്കില്ല.
എവിടെയെങ്കിലുമൊക്കെ ക്രിസ്തുവിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ സ്വർഗത്തിലെ അമ്മയ്ക്ക് അത് സഹിക്കില്ല. ആ അമ്മ സ്വർഗം വിട്ടിറങ്ങി വരും. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ കുറച്ചും കൂടി അമ്മയിലേക്ക് അടുപ്പിക്കണം. കാര്യം, ഈ ഭൂമിയിലെ വിശ്വാസത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ, തൻ്റെ മകനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ആ അമ്മ ഇറങ്ങി വരാതിരിക്കില്ലല്ലോ. നമ്മളും ആ അമ്മയുടെ മകനും മകളുമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒരു പ്രതീകമാണ്. നമ്മുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ആ ഒരു ബന്ധം ഈ ഭൂമിയിൽ നമ്മൾ വളർത്തിക്കളഞ്ഞാൽ, നമുക്കൊരു വേദന ഉണ്ടായാൽ, നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞാൽ, നമ്മൾ ഹൃദയമൊന്ന് പിടഞ്ഞാൽ, ആ അമ്മ യേശുവിന് വേണ്ടി എങ്ങനെ സ്വർഗം വിട്ടിറങ്ങി വന്നോ അതുപോലെ നമുക്കും വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുനാളിൻ്റെ പ്രത്യേകത. ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. Show